കാലഘട്ടത്തിൽ ഈ ഹിഫ്ള് കോളേജുകൾ പോലും ഒരുപാട് ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ഹിഫ്ള് കോളേജുകൾ ട്രെൻഡായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ട്രെൻഡാകുവാനും പാടില്ല. ആത്മാർത്ഥതയോടുകൂടി പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വവും പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പരിശുദ്ധ ഖുർആനാണ് എന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമാണ് എന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിച്ചിട്ട് മറന്നു പോകാൻ പാടില്ല. അത് കാണാതെ പഠിച്ചിട്ട് മറന്നു പോകുവാൻ പാടില്ല. ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ ഇന്ന് ധാരാളം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ തുടങ്ങുവാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകേണ്ടുന്നത് എന്നും ആ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ചിട്ട് മറന്നുപോയാലുള്ള ഭീകരമായിരിക്കുന്ന അവസ്ഥ എന്താണെന്നും അതുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നതുണ്ട്, അതുകൂടി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്നതുണ്ട്. പക്ഷേ അതിനാരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ തന്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹാഫിളായ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പൊന്നുമോനെ, നീ എത്ര വലിയ ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ തേടി പോവുകയാണെങ്കിലും ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടിയിട്ട് നീ സർവകലാശാലയിലേക്ക് നീ കടന്നു പോകുമ്പോ ആ പൊന്നുമോനെ അവിടെ പലതരത്തിലുള്ള കുട്ടികളാണ് കടന്നു വരുന്നത്. ഭൗതിക കലാലയങ്ങളിലേക്ക് പലതരത്തിലുള്ള കുട്ടികൾ കടന്നു വരാറുണ്ട്. പല കോലത്തിലുള്ള, പല രൂപത്തിലുള്ള, പല സ്വഭാവങ്ങളിലുള്ള കുട്ടികൾ ഈ കലാലയങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. പൊന്നുമോനെ, നീ ആരുമായിട്ട് സഹകരിക്കുന്നതിനും യാതൊരു തടസ്സങ്ങളുമില്ല. നിന്റെ കൂട്ടുകാരുമായിട്ട് ഇഴുകിച്ചേരുന്നതിന് യാതൊരു തടസ്സങ്ങളില്ല. നിന്റെ പഠന മേഖലകളുമായിട്ട് ഇഴുകിച്ചേരുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ നീ ഒന്നോർക്കണം പൊന്നുമോനെ, നീ ഒരു സാധാരണക്കാരനല്ല. നീ ഒരു സാധാരണക്കാരനല്ല, മറിച്ച് പരിശുദ്ധമായ ഖുർആൻ മനനം ചെയ്തിരിക്കുന്ന, കാണാതെ പഠിച്ചിരിക്കുന്ന ഹാഫിളായ മോനാണ് നീ എന്ന് നീ ഓർക്കണം പൊന്നുമോനെ. അതുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ നിന്റെ നെഞ്ചോട് ചേർക്കണം. നീ പരിശുദ്ധമായ ഖുർആൻ അത് പരിശുദ്ധമായ രീതിയിൽ അതിന്റെ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നീ എപ്പോഴും പാരായണം ചെയ്യുകയും ഒരു ഹർഫ് പോലും മറന്നു പോകാത്ത രീതിയിലേക്ക് നീ മുന്നോട്ട് പോവുകയും ചെയ്യണം പൊന്നുമോനെ. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ആബിദ ബീഗം എന്ന് പറയുന്നത് ഏതെങ്കിലും നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരല്ല, ഏതെങ്കിലും ഉപനിഷത്തുകൾ പറയുന്നവരല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം പറയുമ്പോ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ അതിൽ തിളങ്ങി നിൽക്കുന്നവരാണ് ബീഗം ആബിദ എന്ന് പറയുന്നത്. അതേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ മുന്നണി പോരാളിയാണ് മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്നത്. ആ മുഹമ്മദ് അലി ജൗഹറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് കൊടുക്കുന്ന ഉപദേശമാണ്.